ഇരുട്ടുകുത്തിയിൽ നിന്ന് 6 കിലോമീറ്റർ അകലെ ഉൾവനത്തിൽ ചാലിയാർ തീരത്ത് 2 മൃതദേഹ ഭാഗങ്ങൾ കണ്ടെത്തി. രമ്യയുണ്ട് വിശദാംശങ്ങളുമായി. രമ്യ, ചാലിയാറിൽ 2 സംഘങ്ങളായി തിരിഞ്ഞുള്ള പരിശോധനയാണ് നടക്കുന്നത്. എല്ലാവിധ സംവിധാനങ്ങളും ഉപയോഗിക്കുന്നുണ്ട് എന്നുമാണ് മനസ്സിലാകുന്നത്. എപ്പോഴാണ് ഈ മൃതദേഹം കണ്ടെത്തിയത്? എന്താണ് മറ്റു വിവരങ്ങൾ? ആദ്യം രാവിലെ മുതൽ തന്നെ രാവിലെ 7 തന്നെ ഇത്തരത്തിൽ ചാലിയാറിന്റെ ഭാഗങ്ങളിൽ, അതായത് കാട്ടിനുള്ളിലേക്ക് കയറി, അതായത് ചാലിയാറിന് 2 സംഘങ്ങളായിട്ടാണ് തിരിഞ്ഞാണ് ഇത്തരത്തിൽ പരിശോധന നടക്കുന്നത്. ചാലിയാറിൽ നിന്നും കാട്ടിലേക്കുള്ള ഇരുട്ടുകുത്തി മുതൽ കാട്ടിലേക്ക് അങ്ങോട്ടും, അതുപോലെ തന്നെ ചാലിയാറിന് താഴെ വശത്തേക്കുമായി, അതായത് കോഴിക്കോടിന്റെ ഭാഗങ്ങളിലേക്കുമായിട്ട് 2 സംഘങ്ങളായി തിരിഞ്ഞാണ് ഇത്തരത്തിൽ പരിശോധന നടക്കുന്നത്. ഇതിൽ കാട്ടിലേക്ക് കയറിയ സംഘത്തിനാണ് ഇത്തരത്തിൽ 2 മൃതദേഹങ്ങൾ കണ്ടെടുക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ നമ്മൾ നിലവിൽ കാണുന്ന ദൃശ്യങ്ങൾ, ഇത്തരത്തിൽ കണ്ടെടുത്ത ഒരു മൃതദേഹം അവിടെ നിന്നും ഇങ്ങോട്ട് എത്തിച്ച് പുഴ കടത്തുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വളരെ വ്യാപകമായ ഒരു തിരച്ചിൽ തന്നെയാണ് ഇന്ന് തുടരുന്നത്. അതായത് ഇത്തരത്തിൽ മൃതദേഹങ്ങൾ ഉണ്ടെങ്കിൽ അവ കണ്ടെത്തുക എന്ന ഉദ്ദേശത്തോടു കൂടി NDRF, പോലീസ് ഫോഴ്സ്, വനംവകുപ്പ്, സന്നദ്ധ സംഘടനകൾ ഉൾപ്പെടെ, തണ്ടർബോൾട്ട് ഉൾപ്പെടെ വലിയ വിഭാഗം തന്നെ ഇത്തരത്തിൽ പരിശോധന നടത്തുന്നുണ്ട്. കാട്ടിനുള്ളിലേക്ക് കയറി സൂചിപ്പാറ മുതൽ ഇങ്ങോട്ട് മൃതദേഹങ്ങൾ കണ്ടെത്താനുള്ള പരിശ്രമമാണ് ഇത്തരത്തിൽ നടക്കുന്നത്. നമ്മളിപ്പോൾ കാണുന്നത് ഇത്തരത്തിൽ കണ്ടെത്തിയ മൃതദേഹം ചാലിയാറിന്റെ തീരങ്ങളിൽ എത്തിച്ച ശേഷം പുഴ കടത്തി ആംബുലൻസ് വഴി ആശുപത്രിയിലേക്ക് എത്തിക്കുകയാണ് ചെയ്യുന്നത്. ഇത്തരത്തിൽ പുഴ കടന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. ഇവിടെ പാലമില്ല, അതിന്റെ ഒരു സാങ്കേതികമായ പ്രശ്നമുണ്ട്. ഇത്തരത്തിൽ പല മേഖലകളിൽ നിന്നായി കണ്ടെത്തുന്ന മൃതദേഹങ്ങൾ പുഴ കടത്താൻ വളരെ ശ്രമകരമായ ജോലിയാണ് സന്നദ്ധ പ്രവർത്തകരും പോലീസും അതുപോലെ NDRF ഉൾപ്പെടെയുള്ള സംഘങ്ങൾ ഇത്തരത്തിൽ പുഴ കടന്ന് ബോട്ടിലും ചങ്ങാടത്തിലുമായാണ് ഇത്തരത്തിൽ മൃതദേഹങ്ങൾ ഇങ്ങോട്ട് എത്തിക്കുന്നത്. വളരെ ശ്രമകരമായ ജോലി തന്നെയാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത്തരത്തിൽ ഇന്ന് 2 മൃതദേഹങ്ങളാണ് കണ്ടെത്തിയിട്ടുള്ളത്. ഇതിൽ പൂർണ്ണമായ മൃതദേഹങ്ങളെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. നിലവിൽ കിട്ടുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് 2 മൃതദേഹങ്ങൾ കണ്ടെത്താൻ കഴിഞ്ഞു എന്നുള്ളതാണ്. ഇവ കണ്ടെത്തുന്ന മുറയ്ക്ക് ഇങ്ങോട്ട് 2 പേരടങ്ങുന്ന സംഘങ്ങളായി മുളകളിലും മറ്റും വച്ചുകെട്ടി ഇങ്ങോട്ട് എത്തിക്കുകയാണ്, ചാലിയാറിന്റെ തീരങ്ങളിൽ എത്തിക്കുകയാണ് ചെയ്യുന്നത്. ഇത്തരത്തിൽ പുഴ കടത്തുന്ന ദൃശ്യങ്ങൾ, അതായത് ചങ്ങാടം വഴിയും അല്ലെങ്കിൽ ബോട്ട് വഴിയുമാണ് ഇത്തരത്തിൽ പുഴ കടക്കാറ്. ഇത്തരത്തിൽ 3ഓളം ആൾക്കാർ പുഴ കടന്ന് അക്കരയ്ക്ക് പോയി അവരിൽ നിന്ന് മൃതദേഹം ഏറ്റുവാങ്ങി ഫയർഫോഴ്സിന്റെ ബോട്ട് സർവീസ് ഉണ്ട് ഇവിടെ, അതിലിങ്ങോട്ട് കടത്തുകയാണ് ചെയ്യുന്നത്. ഇത്തരത്തിൽ വ്യാപകമായ തിരച്ചിലാണ് ഇന്ന് മേഖലകളിൽ പുരോഗമിക്കുന്നത്. ചാലിയാറിൽ നിന്നും ഇരുട്ടുകുത്തി മുതൽ മുകളിലോട്ട് സൂചിപ്പാറ വരെ 4 സംഘങ്ങളായി തിരിഞ്ഞ്, അതായത് 25 സംഘങ്ങൾ അടങ്ങുന്ന 4 സംഘങ്ങളാണ്, 25 പേരടങ്ങുന്ന 4 സംഘങ്ങളാണ് തിരച്ചിൽ നടത്തുന്നത്. വ്യാപകമായ തിരച്ചിൽ. ഇതുപോലെ തന്നെ താഴോട്ടും ചാലിയാറിൽ നിന്നും താഴെ വശങ്ങളിലേക്കും ഇത്തരത്തിൽ 4 സംഘങ്ങൾ, 25 സംഘങ്ങൾ ഉൾപ്പെടുന്ന 4 സംഘങ്ങൾ തന്നെ ആ പ്രദേശങ്ങളിലും വ്യാപകമായ തിരച്ചിൽ നടത്തുന്നുണ്ട്. ആതിര, ചാലിയാറിൽ ഇത്തരത്തിൽ വ്യാപകമായ തിരച്ചിലാണ് പുരോഗമിക്കുന്നത്. 2 മൃതദേഹങ്ങൾ കൂടി ഇന്നത്തെ തിരച്ചിലിൽ കണ്ടെത്തി എന്നാണ് മനസ്സിലാകുന്നത്. ഐബോർഡ് ഡ്രോൺ അടക്കം ഉപയോഗിച്ചുള്ള തിരച്ചിലാണ് നടക്കുന്നത്. ചാലിയാറിൻ്റെ വിവിധ സ്ഥലങ്ങൾ ഏകോപിപ്പിച്ചുകൊണ്ടാണ് ഈ ഘട്ടത്തിൽ തിരച്ചിൽ പുരോഗമിക്കുന്നത്. രമ്യ, ഈ നാട്ടുകാരുടെ സഹായം അടക്കം തേടിയായിരുന്നു ഈ സോൺ തിരിച്ചുള്ള പരിശോധന നടത്തിക്കൊണ്ടിരുന്നത്. നമുക്കറിയാവുന്നതുപോലെ പുഴയിൽ നീരൊഴുക്ക് ശക്തമായിരുന്നു ഇന്നലെ അടക്കം. ഇത്തരത്തിൽ ഇന്ന് അങ്ങനെ എന്തെങ്കിലും പ്രതികൂല സാഹചര്യങ്ങളുണ്ടോ? രക്ഷാദൗത്യം ഊർജിതമായി തന്നെയാണോ നടക്കുന്നത്? ഇന്ന് പ്രതികൂല കാലാവസ്ഥയില്ല, നമുക്ക് അനുകൂല കാലാവസ്ഥ എന്ന് തന്നെ പറയാം. മഴ ഒഴിഞ്ഞു മാറി നിൽക്കുന്നുണ്ട്. ചാലിയാറിലെ ഇന്നലെ വരെ ഉണ്ടായിരുന്ന അതിശക്തമായ കുത്തൊഴുക്ക് ഒന്ന് കുറഞ്ഞിട്ടുണ്ട്. അതിനാൽ തന്നെയാണ് ഇത്തരത്തിൽ വ്യാപകമായ ഒരു പരിശോധന നടത്തുന്നത്. അതായത് നീരൊഴുക്ക് കുറഞ്ഞതിനാൽ കൂടുതലായ മൃതദേഹങ്ങൾ തീരങ്ങളിലോ അല്ലെങ്കിൽ പുഴയുടെ ഭാഗങ്ങളിലോ വന്ന് അടിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കണ്ടെത്താമെന്ന നിഗമനത്തിൽ തന്നെയാണ് ഇത്തരത്തിൽ ഇന്ന് വ്യാപകമായ ഒരു തിരച്ചിൽ നടത്തുന്നത്. തീർച്ചയായും കാലാവസ്ഥ ഇന്ന് അനുകൂലമാണ്. അത്തരത്തിലാണ് ഇന്നലെ തന്നെ 8ഓളം മൃതദേഹങ്ങൾ പ്രദേശത്തെ വിവിധ ഭാഗങ്ങളിലായി 15ഓളം മൃതദേഹങ്ങൾ കണ്ടെത്തിയിരുന്നു. 3 മൃതശരീരങ്ങളും ബാക്കി അവയവ ഭാഗങ്ങളുമാണ് ഇന്നലെ കണ്ടെത്താൻ കഴിഞ്ഞത്. അതിനാൽ തന്നെയാണ് കൂടുതൽ ശക്തമായ പരിശോധന ഇന്ന് നടത്താനുള്ള തീരുമാനമുണ്ടായത്. കഴിഞ്ഞ ദിവസങ്ങളിൽ
വനത്തിനുള്ളിലേക്ക് കയറിപ്പോയ 3 പേരെ കണ്ടെത്താൻ ശ്രമകരമായ ഒരു ജോലി ഇവിടെ ഫയർഫോഴ്സും വനംവകുപ്പിനും എടുക്കേണ്ടി വന്നിരുന്നു. അതിനാൽ തന്നെ കർശന നിർദ്ദേശമുണ്ട്. ഇത്തരത്തിൽ പുഴ കടന്ന് ഇവിടെ ഉദ്യോഗസ്ഥർ അറേഞ്ച് ചെയ്ത ആൾക്കാർക്കല്ലാതെ മറ്റുള്ളവർക്ക് കാട്ടിനുള്ളിലേക്ക് പ്രവേശിച്ച് പരിശോധന നടത്താൻ കഴിയില്ല എന്ന കർശന നിർദ്ദേശത്തോടു കൂടിയാണ് ഇന്നും വ്യാപകമായ പരിശോധന നടത്തുന്നത്. എങ്കിലും എന്നിരുന്നാലും ഇന്ന് സന്നദ്ധ സംഘടന ഉൾപ്പെടെ വലിയ തോതിൽ ആളുകളുണ്ട് ഇത്തരത്തിൽ പരിശോധന നടത്താൻ. 25ഓളം പേരടങ്ങിയ 4 സംഘങ്ങളാണ് ഇരുവശങ്ങളിലേക്കുമായിട്ട് പരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത്തരത്തിലാണ് ഇന്നിപ്പോൾ ഇതുവരെ 2 മൃതദേഹങ്ങൾ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുള്ളത്. അതിൽ ഒരു ശരീരഭാഗമാണ് ഇപ്പോൾ നമ്മൾ എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. പുഴ കടക്കാൻ അവർ ശ്രമിക്കുന്നതേ ഉള്ളൂ. കുത്തൊഴുക്ക് കുറവാണ്. എങ്കിലും ചാലിയാറിന്റെ ഒരു സ്വഭാവ രീതി എന്ന് പറയുന്നത് ഏത് നിമിഷവും വെള്ളം വർദ്ധിക്കാം. അതായത് കാട്ടിലോ മറ്റോ മഴ പെയ്താൽ ഏത് നിമിഷവും വെള്ളം വർദ്ധിക്കാം എന്നുള്ളൊരു സ്വഭാവ രീതി ചാലിയാറിനുണ്ട്. എങ്കിലും ഇപ്പോൾ നീരൊഴുക്ക് കുറവാണ്. സ്വാതി. അത്തരത്തിൽ ചാലിയാറിന്റെ ഉൾഭാഗത്ത് നിന്നാണ് ഇപ്പോൾ ഒരു മൃതദേഹം ലഭിച്ചിരിക്കുന്നത്. 3 മൃതദേഹങ്ങളാണ് ഇന്ന് ചാലിയാർ തീരത്ത് നടത്തിയ പരിശോധനയിൽ നിന്ന് ലഭിച്ചത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഇരുട്ടുകുത്തിയിൽ നിന്ന് 6 കിലോമീറ്റർ അകലെ ഉൾവനത്തിലാണ് 2 മൃതദേഹങ്ങൾ കണ്ടെത്തിയത്. ഇപ്പോഴും ഊർജിതമായ തിരച്ചിൽ അവിടെ പുരോഗമിക്കുകയാണ്.